എല്ലാവർക്കും നമസ്കാരം. വിജയാസ് വേളിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കായ്പോളയാണ്. അതിലേക്ക് 2 പഴം എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതേപോലെ ഞാൻ കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്, കുറച്ച് കശുവണ്ടി എടുത്തിട്ടുണ്ട്, മുന്തിരി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ കശുവണ്ടിയും ബദാമും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നേന്ത്രപ്പഴം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കശുവണ്ടിയും ബദാമും കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ജാറിൽ 2 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കത് പൊട്ടിച്ച് വെക്കാം. ഇതിലേക്ക് 2 സ്പൂണ് കോൺഫ്ലവറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂണാണ്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇതിലേക്ക് ഒരു 3 ഏലക്കയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് പാലൊഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതോടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് തയ്യാറാക്കാനുള്ള ഒരു ഫ്രൈ പാൻ അടുപ്പിൽ സ്റ്റൗ എത്തിച്ച് ഫ്രൈ പാൻ അടുപ്പിൽ ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മുന്തിരി ഇട്ട് കൊടുക്കാം. പൊടിച്ച് വെച്ചിരിക്കുന്ന ബദാമും കശുവണ്ടിയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം കൂടെ ഇട്ട് കൊടുക്കാൻ. 2 പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ നേന്ത്രപ്പഴം റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫാക്കാം. നമുക്കിതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയും പാലും കോൺഫ്ലവറും കൂടെയാണ് നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കാം. അതേ ഫ്രൈ പാനിൽ തന്നെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തു. 1/2 ടീസ്പൂണാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. നെയ്യ് പിഞ്ചുപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് നമ്മൾ എല്ലാം ഒരേപോലെ ശരിയാക്കിയിട്ടുണ്ട്. നമുക്കിത് ഇനി അടച്ചു വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ചെറിയ തീയാണ് ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അടച്ചു വെച്ചു. നമ്മുടെ കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സ്റ്റൗ ഓഫാക്കാം. ആദ്യം നമുക്കിത് ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് നോക്കാം. അപ്പം നമ്മുടെ കായ്പോള റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.